ന്യൂനത സാങ്കേതിക വിദ്യയുടെയും ആധുനികതയുടെയും കേന്ദ്രമായ ബംഗളൂരു നഗരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത കേരളത്തിലെയും കർണാടകയിലെയും കുടുംബങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന സുഷമ്മ എന്ന 35-കാരിയുടെ ആത്മഹത്യ കേവലം ഒരു കുടുംബ തർക്കത്തിന്റെ പരിണിത ഫലമായി മാത്രം കാണാനാവില്ല. പാചകത്തെ ചൊല്ലിയുള്ള നിസ്സാരമായ തർക്കത്തിൽ തുടങ്ങി ഒടുവിൽ ഒരു ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന ഗൗരവകരമായ അന്വേഷണം അർഹിക്കുന്നു. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾ പോലും ഇന്നും വീടിനുള്ളിൽ പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയാകുന്നുവെന്ന കൈപ്പേറിയ സത്യമാണ് ഈ സംഭവം വീണ്ടും വിളിച്ചോതുന്നത്. 4 വർഷം മുൻപായിരുന്നു സുഷമ്മയും പുനീത് കുമാറും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. പ്രഥമ ദൃഷ്ട്യാ സമാധാനപരമെന്ന് തോന്നിക്കുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. എന്നാൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സുഷമ്മ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനെ ചൊല്ലി അമ്മായിയമ്മ കൽപ്പനയും സുഷമ്മയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി. ഈ തർക്കം സുഷമ്മയെ മാനസികമായി തകർക്കുകയും ഒടുവിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുമായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുഷമ്മയുടെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് പുനീത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ അമ്മായിയമ്മ കൽപ്പനയ്ക്കും വലിയ പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ കൽപ്പനയ്ക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തർക്കം തുടങ്ങിയത് പാചകത്തെ ചൊല്ലിയാണ് എന്നതാണ്. പല ഇന്ത്യൻ കുടുംബങ്ങളിലും അടുക്കള എന്നത് വെറും ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, മറിച്ച് അതൊരു അധികാര കേന്ദ്രം കൂടിയാണ്. അവിടെ ആര് ഭരിക്കണം, ആരെന്ത് പാകം ചെയ്യണം എന്നതിനെ ചൊല്ലി അമ്മായിയമ്മമാരും മരുമക്കളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. സുഷമ്മയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. സുഷമ്മയെ അടുക്കളയിൽ കയറാനോ പാചകം ചെയ്യാനോ അമ്മായിയമ്മ അനുവദിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒരു വീടിനുള്ളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം പാകം ചെയ്യാൻ പോലും അനുവാദമില്ലാത്ത അവസ്ഥ ഒരു സ്ത്രീയിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതം ചെറുതല്ല. ഒരു IT പ്രൊഫഷണലായി ജോലി ചെയ്തിരുന്ന, ലോകത്തെയും ജീവിതത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു സ്ത്രീക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. സുഷമ്മയുടെ മരണത്തിന് പിന്നിൽ സ്ത്രീധന പീഡനമുണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണം കേസിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. വിവാഹ സമയത്ത് നൽകിയ ആസ്തികൾക്ക് പുറമെ വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും സുഷമ്മയെ ഉപദ്രവിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിലും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർക്കിടയിലും സ്ത്രീധനം എന്ന ദുരാചാരം എത്രത്തോളം വേരോടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കേസ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നിട്ടും സുഷമ്മയുടെ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശാരീരികമായ ഉപദ്രവത്തെക്കാൾ മാരകമായ മാനസിക പീഡനങ്ങളാണ് ഇത്തരം കേസുകളിൽ യുവതി നേരിട്ടത്. ഒറ്റപ്പെടുത്തുക, പരിഹസിക്കുക, വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. സുഷമ്മയുടെ ഭർത്താവ് പുനീത് കുമാറിനെതിരെയും പോലീസ് കേസെടുത്തത് കൃത്യമായ കാരണങ്ങളാലാണ്. ഒരു വീട്ടിൽ ഭാര്യയും അമ്മയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും ഭാര്യയ്ക്ക് ആവശ്യമായ സുരക്ഷയും പിന്തുണയും നൽകാനും ഭർത്താവിന് ബാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും ഭർത്താക്കന്മാർ അമ്മയുടെ പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാനോ ആണ് ശ്രമിക്കാറുള്ളത്. സുഷമ്മയുടെ കാര്യത്തിൽ അമ്മ നടത്തുന്ന പീഡനങ്ങൾക്ക് പുനീത് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തതായാണ് സൂചനകൾ. സ്ത്രീധനത്തിന്റെ പേരിൽ അമ്മ പീഡിപ്പിക്കുമ്പോൾ മകൻ അതിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദാരുണ അന്ത്യം ഒഴിവാക്കാമായിരുന്നു. നിശബ്ദത പാലിക്കുന്നതിലൂടെ പീഡകരെ സഹായിക്കുകയാണ് മകൻ ചെയ്തത്. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ഇര 4 വയസ്സുകാരനായ അവരുടെ മകനാണ്. സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ആ കുഞ്ഞിന് ഇനി അച്ഛന്റെ സംരക്ഷണവും ലഭിക്കില്ല. അച്ഛൻ ജയിലിലും അമ്മ മണ്ണിലുമായതോടെ ആ കുഞ്ഞിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. കുടുംബത്തിനുള്ളിലെ ഈഗോയും തർക്കങ്ങളും എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ ജീവിതം തകർക്കുന്നത് എന്നതിന് ഇതൊരു വലിയ ഉദാഹരണമാണ്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി സ്വന്തം അച്ഛനും മുത്തശ്ശിയുമാണെന്ന തിരിച്ചറിവ് അവനിൽ ഏൽപ്പിക്കുന്ന മുറിവ് ഉണങ്ങാത്തതായിരിക്കും. സുഷമ്മ ഒരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു. അവർ ഒരു ടെക്കിയായിരുന്നു. ഉയർന്ന ശമ്പളവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ഒരാൾ. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഈ പീഡനങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? വിദ്യാഭ്യാസം എന്നത് പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രമായി മാറുന്നതാണ് ഇവിടെ നാം കാണുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധവതിയാകാനും പീഡനങ്ങൾ സഹിക്കാതെ അതിനെതിരെ ശബ്ദമുയർത്താനും നമ്മുടെ വിദ്യാഭ്യാസം സ്ത്രീകളെ പ്രാപ്തമാക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നു. സാമൂഹികമായ അന്തസ്സ് ഭയന്നും മകന്റെ ഭാവി ഓർത്തും പല സ്ത്രീകളും ഇത്തരം പീഡനങ്ങൾ പുറം ലോകത്തെ അറിയിക്കാറില്ല. സഹനത്തിന്റെ പരിധി ലംഘിക്കുമ്പോൾ അവർ മരണത്തിൽ അഭയം തേടുന്നു. സുഷമയെ പോലെ കഴിവുള്ള ഒരു യുവതിക്ക് പോലും നിയമസഹായം തേടാനോ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ധൈര്യം ലഭിച്ചില്ല എന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ പരാജയമാണ്. ഇതിൽ കർശനമായ സ്ത്രീധന നിരോധന നിയമങ്ങളും ഗാർഹിക പീഡനവിരുദ്ധ നിയമങ്ങളും നിലവിലുണ്ട്. എന്നാൽ പലപ്പോഴും കുറ്റകൃത്യം നടന്നതിനു ശേഷമാണ് ഈ നിയമങ്ങൾ ചലിക്കുന്നത്. സുഷമയുടെ കാര്യത്തിലും മരണം നടന്നതിനു ശേഷമാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്.
പീഡനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പരാതി നൽകാനും നടപടി സ്വീകരിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. പോലീസ് ഇത്തരം പരാതികളെ ഗൗരവകരമായി കാണുകയും ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും കൃത്യമായ കൗൺസിലിംഗ് നൽകുകയും വേണം. സുഷമയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വീടിനുള്ളിൽ നാം കാണുന്ന നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന തർക്കങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളുടെ തുടക്കമാകാം. അടുക്കളയിലെ അവകാശ പോരാട്ടങ്ങളും സ്ത്രീധനത്തിന്റെ പേരിലുള്ള കുത്തുവാക്കുകളും ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടാൻ പോകുന്നവയാണ്. മരുമക്കളെ സ്വന്തം മക്കളായി കാണാൻ കഴിയാത്ത അമ്മായിയമ്മമാരും ഭാര്യയുടെ വേദന കാണാത്ത ഭർത്താക്കന്മാരും ഉള്ളിടത്തോളം കാലം സുഷമമാർ ഇനിയും ഉണ്ടാകും. സമൂഹം മാറേണ്ടതുണ്ട്. വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടല്ലെന്നും അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തുല്യമായ പങ്കാളിത്തമാണെന്നും നാം തിരിച്ചറിയണം. പെൺമക്കളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിസന്ധികളെ നേരിടാനും അനീതിയോട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനും അവരെ പഠിപ്പിക്കണം. സുഷമയുടെ ആത്മഹത്യ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിന്റെ വ്യവസ്ഥയ്ക്കുള്ളിലെ പഴുതുകളുടെ പ്രതിഫലനമാണ്. അർഹമായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കട്ടെ എന്നും ഇനിയൊരു സുഷമയ്ക്കും ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.